പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മദ്യപാനം അരുത്. ഹല്ലേലൂയ. മദ്യപാനം അരുത്. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകം വ്യക്തികളിലും കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കട്ടെ. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ഈ സമയത്ത് മകനെ മകളെ, നീ കർത്താവിനെ പരീക്ഷിക്കാതെ യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ, നീ കർത്താവിൻ്റെ വചനത്തോട് മല്ലടിക്കാതെ ഓ ദൈവവചനമേ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എളിമയോടെ ഓ വചനമേ എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആയിരം കുടുംബങ്ങളിൽ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ വ്യക്തി എറണാകുളത്തു നിന്നുള്ള വ്യക്തിയാണ്. ആ വ്യക്തി സാക്ഷ്യപ്പെടുന്നത് എങ്ങനെയാണ്? അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞാൻ സാധിക്കുന്ന അവസരങ്ങളെല്ലാം പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടി എന്നും കാത്തിരിക്കുന്നൊരു വ്യക്തിയായി ഞാൻ മാറിക്കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം ഇവിടെ സകല ജനത്തിനു വേണ്ടി സാക്ഷ്യപ്പെടുത്തുകയാണ്.
കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 30-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവിന് ഒത്തിരി കാലമായി ജോലിയില്ലാതെ അലയുന്നൊരവസ്ഥയായിരുന്നു. എൻ്റെ ഭർത്താവ് മെച്ചപ്പെട്ടൊരു ജോലിക്ക് വേണ്ടി ബോംബെയിലേക്ക് പോയിരിക്കുകയായിരുന്നു. എന്നിട്ടും ജോലി കിട്ടിയില്ല. അങ്ങനെ ആരാധനയുടെ സമയത്ത് യേശുവേ, ജോലിയില്ലാത്ത എൻ്റെ കുടുംബത്തിന് ജോലി തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. തൊഴിൽ മേഖലയെ അച്ഛൻ ആശീർവദിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പിറ്റേ ആഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭർത്താവിനെ ബോംബെയിലുള്ള പ്രസിദ്ധമായൊരു കമ്പനി സെലക്ട് ചെയ്യുകയും റിക്രൂട്ട് ചെയ്യുകയും പ്രതീക്ഷിച്ചതിനേക്കാൾ 20,000 രൂപയോളം കൂടുതലുള്ള വലിയൊരു പൊസിഷനിൽ നിയമിക്കുകയും ചെയ്തു. ഇന്നെൻ്റെ ഭർത്താവ് വലിയൊരു സംഖ്യ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനായി ബോംബെയിൽ ഉന്നതമായൊരു കമ്പനിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഒത്തിരി കാലമായി ജോലിയില്ലാതെ അലഞ്ഞ് അവസാനം നല്ലൊരു ജോലിക്ക് വേണ്ടി ബോംബെക്ക് പുറപ്പെട്ട് അവിടെ ചെന്ന് ജോലിയില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ ഇവിടെ നാട്ടിലിരുന്ന കുടുംബനാഥ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുവേ, തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, തൊഴിലിന് തടസ്സങ്ങൾ എടുത്തു മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് അത്ഭുതം ചെയ്ത്. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം. എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ 30 വർഷത്തോളമായി സോറിയാസിസ് രോഗം ബാധിച്ച് അങ്ങനെ പഴുത്തിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വളരെ കൂടും, ഇടയ്ക്കിടയ്ക്ക് അത് മങ്ങിക്കിടക്കും. 2 മാസമായി 2 കാലിലേക്കും വ്യാപിക്കുകയും അത് വേദനയും നീരും പഴുപ്പും കൊണ്ട് മൂടുകയും ചെയ്തു. ഞങ്ങൾ വളരെ ക്ലേശിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നത്. ഞങ്ങൾ ആവേശത്തോടെ എല്ലാ ആഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം പങ്കെടുക്കാൻ തുടങ്ങി. ഒരു ദിവസം നിങ്ങളുടെ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് അച്ഛൻ നിർദ്ദേശിച്ചു. ആ സമയത്ത് സോറിയാസിസ് രോഗം സുഖപ്പെടണേ എന്ന് പറഞ്ഞ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ ഫലമായി ആ ആഴ്ച തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാലിലെ സോറിയാസിസ് രോഗം പൂർണ്ണമായും കരിഞ്ഞ് ഉണങ്ങി മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഇതുവരെ അത് എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ നീര് വരികയോ പഴുക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അത്ഭുത സൗഖ്യമാണ് എൻ്റെ ഭർത്താവിന് ലഭിച്ചിരിക്കുന്നത്. മുതുവറ ലൂസി ജോൺ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 30 വർഷത്തോളമായ സോറിയാസിസ് രോഗബാധയാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ കാലിൽ നിന്നും ശരീരത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഇറങ്ങിപ്പോയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. രോഗികൾ ഈ സമയത്ത് യേശുവിനെ വിളിക്കുക. തകർന്നിരിക്കുന്നവർ യേശുവിനെ വിളിക്കുക. ഓരോ തരത്തിലുള്ള കടബാധ്യതയിലിരിക്കുന്നവർ യേശുവിനെ വിളിക്കുക. രോഗബാധ നിമിത്തം തളർന്ന ശരീരമായിരിക്കുന്നവർ യേശുവിനെ വിളിക്കുക. കിടപ്പ് രോഗികളായി കട്ടിലിൽ കിടക്കുന്നവർ യേശുവിനെ വിളിക്കുക. ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ആ രോഗിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ഇപ്പോൾ യേശുവിനെ വിളിക്കട്ടെ. അത്ഭുതങ്ങളുടെ സമയമാണിത്. 10,000 കർത്താവിനെ വിളിക്കുകയാണ്. ഇതാ ലോകത്തെമ്പാടും അനേകിടങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം അത്ഭുതങ്ങളുടെ അഭിഷേകമായി എല്ലാ കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കണമേ. ഓരോ വ്യക്തികളുടെ മേലും വ്യാപരിക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനങ്ങളിരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. ജോലിയുടെ നടത്തങ്ങളുള്ളവർക്ക് വിടുതൽ പ്രാപിക്കട്ടെ. പൈശാചിക പീഡകളുള്ളവർ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും തകരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തിന്മകളെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദുർബോധ ശക്തി ശാസിക്കുന്നു. അന്ധകാര സേനകളെ, ദുർബോധ ശക്തികളെ നസറനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപാനത്തെക്കുറിച്ച് ഒരുപാട് ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ ലോകത്തിൽ പ്രചരിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അനേകം വ്യക്തികളുടെ മനസ്സിലിരിക്കുന്നത് വേദവചന പ്രകാരമുള്ള ഉപദേശങ്ങളല്ല, പിന്നെയോ ലോകത്തിൻ്റെ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ എത്രേ. ഈ അടുത്ത കാലത്ത് ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു വലിയ തിയോളജിയൻ ഒരു കാര്യത്തെക്കുറിച്ച്, മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, ചില പന്തക്കൊസ്തക്കാർ മദ്യത്തെ തെറ്റായി പറയുന്നുണ്ട്, എന്നാൽ മദ്യം അതിൽ തന്നെ ഒരു തെറ്റല്ല എന്നൊക്കെ. വലിയ ഇടർച്ച വെക്കുന്ന ഉപദേശമാണത്. ഹല്ലേലൂയ.
എന്താണ് മദ്യത്തെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരു കാര്യം ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം അതിൽ 17-ാമത്തെ തിരുലിഖിതം ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്: കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും അവൻ തൻ്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും. ലോകത്തിൻ്റെ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ കേട്ട് മകനെ മകളെ നീ പേക്കൂത്ത് കളിച്ച് നടക്കരുത്. ലോകത്തിൻ്റെ ഉപദേശങ്ങൾ ഇന്നത്തെ ഉപദേശമല്ല, നാളത്തെ ഉപദേശം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഉപദേശമല്ല ഈ നൂറ്റാണ്ടിലെ ഉപദേശം. ഈ നൂറ്റാണ്ടിലെ ഉപദേശമല്ല അടുത്ത നൂറ്റാണ്ടിലെ ഉപദേശം. ലോകത്തിൻ്റെ ഉപദേശങ്ങൾ, മനുഷ്യരുടെ ഉപദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ മാറ്റമില്ലാത്തൊരു ഉപദേശമുണ്ട്. അതാണ് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് വിശുദ്ധ ലിഖിതങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ. എന്താണ് വേദപുസ്തകത്തിൽ മദ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അത് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും അടുത്ത നൂറ്റാണ്ടിലും യുഗാന്ത്യം വരെയും ഒരേ ഉപദേശം തന്നെയായിരിക്കും. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങൾ ന്യായം ബോധിപ്പിക്കേണ്ടി വരും. ഇതിൽ ചെയ്യരുതെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു കാര്യത്തെ മനഃപൂർവ്വം ചെയ്ത് മുന്നോട്ട് പോയാൽ അതിന് ഞാൻ നിങ്ങളും അത്യുന്നത ദൈവത്തിന് ന്യായപ്പെടുത്തെങ്കിൽ ന്യായം ബോധിപ്പിച്ചേ മതിയാവൂ. ഇതിലെന്താണ് മദ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ഇത് നാം അറിയണം, ഇത് നാം ശ്രദ്ധിക്കണം. കർത്താവ് വിലക്കിയിട്ട് ഈ വേദപുസ്തകത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും. അതാണ് ലേവ്യരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്താണ് മദ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? കണ്ടമാനം മദ്യപിക്കുന്ന ഒരു ദൈവ പൈതൽ വലിയ ശാപത്തിൻ്റെ പിടിയിലാണ് ഇരിക്കുന്നതെന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം: ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മദിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വ്യക്തമായും സ്പഷ്ടമായും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അവർക്ക് അനുഗ്രഹം എന്നല്ല പഠിപ്പിച്ചിരിക്കുന്നത്, മദ്യം അത്യുത്തമം എന്നല്ല പഠിപ്പിച്ചിരിക്കുന്നത്. മദ്യപിക്കാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വിവിധ തരം മദ്യം കുടിച്ച് ഉന്മത്തനാകാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഇത് മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനമാണ്. വീണ്ടും യെശയ്യായുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ അതിൽ 22-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു: വീഞ്ഞു കുടിക്കുന്നതിൽ വിരുദ്ധന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരും ആയവർക്ക് ദുരിതം. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ചാരായം കുടിക്കുന്നതാണ് തെറ്റ്. ഷാപ്പിൽ പോയി നാടൻ ചാരായം കുടിക്കുന്നത് തെറ്റാണ്, വാറ്റി കുടിക്കുന്നത് തെറ്റാണ്. എന്നാൽ ബാറിൽ പോയി വിദേശമദ്യം കുടിക്കുന്നത് തെറ്റില്ല. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വിദേശമദ്യം കൊണ്ടുവന്ന് അവിടെ വെച്ച് പലതരം വിദേശമദ്യങ്ങൾ കൂട്ടിക്കലർത്തി കുടിക്കുന്നത് തെറ്റില്ല. പ്രിയപ്പെട്ട മകനെ മകളെ, ദൈവത്തിൻ്റെ വചനം ഇതാ എൻ്റെയും നിങ്ങളുടെയും സകല ജനത്തിൻ്റെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഇപ്രകാരം ഉത്ബോധിപ്പിക്കുന്നു: വിവിധ തരം മദ്യങ്ങൾ കൂട്ടിക്കലർത്തി കുടിക്കുന്നവർക്ക് ദുരിതം, ശാപം. WOTU ശാപം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യെശയ്യായുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ. ഇതാ ഒരു പ്രദേശത്ത് ഭയങ്കരമായ അട്ടഹാസങ്ങളും ഇറച്ചിതീറ്റയുടെയും മദ്യപാനത്തിൻ്റെയും ബഹളം നടക്കുകയാണ്. ആ ബഹളം കേട്ട് പ്രവാചകനെ കർത്താവ് ഉണർത്തി. കർത്താവ് പ്രവാചകനോട് പറയുകയാണ്: ഇതാ ഇവിടെ ആഹ്ലാദ തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു, അവിടെ ഇറച്ചിതീറ്റയും വീഞ്ഞുകുടിയും, നമുക്ക് തിന്നുകുടിച്ച് മദിക്കാമെന്നവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു: നീ മരിക്കുന്നത് വരെ ഈ പാപം ക്ഷമിക്കപ്പെടുകയില്ല. മദ്യപിക്കുന്നത് പാപമല്ലെന്ന് ആര് പറഞ്ഞ്? മദ്യപിക്കുന്നത് പാപമല്ലെന്ന് പഠിപ്പിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഈ പാപം, മദ്യപാനം, മദ്യപിക്കുന്നത് പാപമാണെന്നും ഈ പാപം ഗൗരവമുള്ളതാണെന്നും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ചിലർ പറയും, ഇത് പഴയ നിയമത്തിലെ പ്രബോധനമല്ലേ? പുതിയ നിയമത്തിൽ മദ്യത്തെ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ.
അവിടെ ഇവിടെയും പറഞ്ഞിരിക്കുന്ന ഏതാനും 1-2 വചനങ്ങൾ എടുത്തിട്ട് തങ്ങളുടെ ജഡത്തിൻ്റെ പ്രവണതകളനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജഡികന്മാർ ദൈവവചനം തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വളച്ചൊടിച്ച് വചനത്തെ ഉദ്ധരിച്ച് മദ്യപാനത്തെ ന്യായീകരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മകനെ, മകളെ, നീ മദ്യപിക്കുന്നത് തെറ്റ്. അതിനേക്കാൾ ഘോരമായ തെറ്റാണ് നിന്റെ മദ്യപാനം എന്ന തിന്മയെ ന്യായീകരിക്കാൻ വേണ്ടി നീ ദൈവവചനമെടുത്ത് വളച്ചൊടിച്ച് നിന്റെ ജഡപ്രകാരമുള്ള ജീവിതത്തിന് വേണ്ടി നീ ദൈവവചനത്തെ കൂട്ടുപിടിക്കുന്നത്. പുതിയ നിയമത്തിൽ എന്താണ് ദൈവവചനം മദ്യപാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്? റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, ആകയാൽ പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്, നിരോധിച്ചിരിക്കുകയാണ്. റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവൃത്തികളെ നമുക്ക് പരിത്യജിക്കാം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ് മദ്യപാനം എന്നാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. മദ്യപാനം ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ള ജീവിത രീതിയല്ല. മദ്യപാനം അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയത്രേ. മദ്യപിച്ച് ഉന്മത്തനായി ലഹരിയിൽ വ്യാപരിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം റോമാലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു. അവിഹിത വീഴ്ച പോലെ വൃത്തികെട്ട ഒരു പാപമാണ് മദ്യപാനം. ആരാണ് ഈ മദ്യപാനത്തെ ന്യായീകരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വീണ്ടും കൊരിന്ത്യർ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ആകയാൽ സഹോദരങ്ങളെ, നാം വഞ്ചിതരാകരുത്. അസന്മാർഗികത, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സ്വവർഗഭോഗികൾ, കള്ളന്മാർ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ഇവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അസന്മാർഗികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ, പരദൂഷകർ, മദ്യപന്മാർ ഇവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അവരുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ല. നീ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ മദ്യം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ മദ്യത്തിൽ ആവേശം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണോ? നീ മകനെ, മകളെ, നീ സംശയിക്കരുത്. നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ല. നിന്റെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മദ്യപാനം ഒരു വ്യക്തിയുടെ നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്നു. മദ്യപാനം ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നു. അത്രയും ഗൗരവമുള്ള തെറ്റാണ് മദ്യപാനം എന്ന് പറയുന്നത്. വീണ്ടും ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റ് പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ജഡപ്രകാരമുള്ള സ്വഭാവമാണ് മദ്യപാനം. ജഡത്തിന്റെ പ്രവണതയാണ് മദ്യപാനം. ജഡപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. റോമാലേഖനം 8-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് കഴിയുകയുമില്ല. ജഡപ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ജഡിക താല്പര്യം അനുസരിച്ചുള്ള ജീവിതമാണ് മദ്യത്തിൻ്റെയും മധുരോത്സവത്തിൻ്റെയും അവിഹിത വീഴ്ചകളുടെയും ജീവിതം. ഇത് ദൈവത്തിൻ്റെ വഴിയുള്ള നടപ്പല്ല, ഇത് ദുർനടപ്പാണ്. ഈ ലോകത്തിൽ ആര് നിങ്ങളെ ന്യായീകരിച്ചാലും ദൈവത്തിൻ്റെ അംഗീകാരം നിങ്ങളുടെ മേലില്ല എന്ന് മക്കളെ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇത് ഇടർച്ച വെക്കുന്ന ഉപദേശമാണ്. മദ്യപിക്കാം, അല്പം മദ്യപിച്ചതുകൊണ്ട് കുഴപ്പമില്ല. മദ്യപിച്ച് ഭൂസായി റോട്ടി കിടക്കണം തെറ്റ്. അല്പം മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് മദ്യപിക്കുന്നതിൽ തെറ്റില്ല. എൻ്റെ പൈസ കൊണ്ടല്ലേ മദ്യപിക്കുന്നത്.
മദ്യപിച്ച് ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതിരുന്ന കുഴപ്പമില്ല. ഇങ്ങനെയുള്ളതെല്ലാം ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ അത്രേ. ചില വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പൈസ കൊണ്ട് മദ്യപിക്കുന്നത്. അച്ഛൻ അങ്ങനെ പറയാം, ഞാൻ മദ്യപിക്കും, അച്ഛൻ അങ്ങനെ പറയാം. ഇതൊന്നും തെറ്റൊന്നുമല്ല. ഇങ്ങനെ മനഃപൂർവം സത്യത്തെ അറിഞ്ഞിട്ട് സത്യമാർഗത്തെ സ്വീകരിക്കാതെ സ്വന്തം ജഡത്തിൻ്റെ അന്ധകാര വഴിയെ നടക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. അവരെക്കുറിച്ച് ദൈവവചനം നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നടന്നാലും കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അവൻ തന്നെ അനുഗ്രഹിക്കുന്നു. ആരാണവൻ? അവനെ ബൈബിൾ വിളിക്കുന്ന വാക്കാണ് വിഷഫലം കായ്ക്കുന്ന വിഷവൃക്ഷത്തിൻ്റെ വിഷവേര്. ഇങ്ങനെയുള്ള വിഷവേരുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് എന്ന് ദൈവവചനത്തിൽ നിയമാവർത്തന പുസ്തകം 29 അധ്യായത്തിൽ 18, 19 വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നു. വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേരെ ദൈവം ഇതാ നിന്റെ നടപ്പിനെ അംഗീകരിക്കുന്നില്ല. ഞാൻ മദ്യപിക്കും, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയട്ടെ, ഞാൻ മദ്യപിക്കും എന്നാണോ ഇപ്പം നീ ചിന്തിക്കുന്നത്? നിന്നെ ദൈവത്തിൻ്റെ വചനം വിളിക്കുന്ന വാക്കാണ് വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേര്. നിന്റെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ല. ചില ചേട്ടന്മാർ, ചില വ്യക്തികൾ ഇങ്ങനെയാണ് പറയണത്: ഞാൻ മദ്യപിച്ചാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ രാത്രിക്ക് തമ്പുരാനെ വിളിച്ചിട്ടാണ് കിടക്കണത്, ഞാൻ രാവിലെ തമ്പുരാനെ വിളിച്ചിട്ടാണ് ഉണരണത്. മകനെ, മകളെ, നീ വഞ്ചിതനാകരുത്. നീ മദ്യത്തിൻ്റെ മാർഗത്തിലാണ് നടക്കണതെങ്കിൽ നിന്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തിയാണ് നീ. ദൈവത്തിൻ്റെ ആത്മാവിനെ വ്യസനിപ്പിക്കുന്ന വ്യക്തിയാണ് നീ. നീ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു. നീ വഞ്ചിതനാകരുത്. നിന്റെ നടപ്പ് ദുർനടപ്പ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എഫേസോസ് ലേഖനത്തിൽ 5 അധ്യായം അതിൽ 11, 12, 13 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു: അന്ധകാരത്തിൻ്റെ വഴി ഉപേക്ഷിക്കുക, അന്ധകാരത്തിൻ്റെ നിഷ്ഫല പ്രവർത്തനങ്ങൾ പരിത്യജിക്കുക. വീണ്ടും എഫേസോസ് 5:17 ബോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. വീഞ്ഞു കുടിച്ച് ഉന്മത്തനാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മദ്യം കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ആസക്തിയുടെ പേരാണ് ദുരാസക്തി. അത് ദുർമോഹമാണ്, അത് ദുരാസക്തിയാണ്. അതിൽ ദൈവത്തിൻ്റെ അംഗീകാരം ഇല്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3 അധ്യായം 11 വാക്യം, ഇങ്ങനെ ഈ വചനം കേൾക്കുമ്പോഴും ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ദൂതുകളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും അനേകരുടെ ഹൃദയത്തിൽ മനഃപൂർവ്വം ദൈവത്തിൻ്റെ വചനത്തോട് മല്ലടിക്കുകയാണ്. എനിക്ക് കുടിക്കണം, ഞാൻ എൻ്റെ പൈസ കൊണ്ടല്ലേ കുടിക്കണത്, ഞാൻ ആർക്കും ഉപദ്രവമൊന്നും വരുത്തുന്നില്ലല്ലോ, ഞാനിങ്ങനെ കുടിച്ചുകൊണ്ട് ആർക്കാ കുഴപ്പം, ഞാൻ ഇതിനെ കുടിച്ചുകൊണ്ട് എന്താ കുഴപ്പം, ഞാൻ വേറെ ഒരു നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, അച്ഛന്മാരെൻ്റെ കൂടെയില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആളുകളുണ്ടല്ലോ, സഭയിലുള്ള പലരും ലോകത്തിലുള്ള പലരും എന്നോട് സാരയില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:11 ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. അവൻ്റെ പ്രത്യാശ വ്യർത്ഥവും അവൻ്റെ പ്രയത്നം നിഷ്ഫലവുമാണ്. അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗമാണ്. മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ല. നിന്നെ ലോകം ആരൊക്കെ അംഗീകരിച്ചാലും, ഗവൺമെൻറ് അംഗീകരിച്ചാലും, സഭ അംഗീകരിച്ചാലും, വൈദികർ അംഗീകരിച്ചാലും, നിന്റെ മേലധികാരികൾ അംഗീകരിച്ചാലും, നിന്റെ കുടുംബാംഗങ്ങൾ അംഗീകരിച്ചാലും, നിന്റെ ഭാര്യ അംഗീകരിച്ചാലും, നിന്റെ മക്കൾ സാരമില്ല ഇത്തിരി കുടിച്ചോ എന്ന് പറഞ്ഞാലും, ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നിന്റെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ല. നിന്റെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ല. ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്: നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും കള്ളന്മാരും വിഗ്രഹാരാധകരും മദ്യപന്മാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈ രാത്രി ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉന്നതമായ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ മാർഗത്തിൽ നടക്കാൻ, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കാൻ, അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെ വലിച്ചെറിഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ പരിശുദ്ധാത്മാവെ എല്ലാ ഹൃദയങ്ങളെ ഒരുക്കണമേ.
മദ്യപിക്കുന്ന യുവതീവാക്കന്മാരെ സമർപ്പിക്കുന്നു, മദ്യപിക്കുന്ന കുടുംബനാഥന്മാരെ സമർപ്പിക്കുന്നു, മദ്യത്തിൻ്റെ പിടിയിൽ കിടക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മദ്യത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന വംശങ്ങളെ സമർപ്പിക്കുന്നു. മദ്യം കുടിച്ച് മദ്യപിശാച്, മദ്യത്തിൻ്റെ ദുർഭൂതം ഇരിക്കുന്ന കുടുംബങ്ങളെയും വംശങ്ങളെയും വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മദ്യത്തിൻ്റെ ദുർഭൂതം കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകനിൽ നിന്നും, ഓരോ മകളിൽ നിന്നും, ഓരോ കുടുംബത്തിൽ നിന്നും, ഓരോ വംശത്തിൽ നിന്നും മദ്യത്തിൻ്റെ ദുർഭൂതം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ എല്ലാ കുടുംബങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വർഷങ്ങളായി മദ്യത്തിന് അടിമപ്പെട്ട വ്യക്തികളെയും തലമുറകളായി മദ്യത്തിനും കഞ്ചാവിനും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന വംശങ്ങളെയും ഇപ്പോൾ മദ്യത്തിൻ്റെ ദുർബോധ ശക്തികളിൽ നിന്ന് വിടുവിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും മകനോ മകളോ ഹാൻസ്, പാൻപരാഗ്, മദ്യം, ലഹരി വസ്തുക്കൾ ഇങ്ങനെയുള്ള തിന്മയ്ക്ക് അടിമപ്പെട്ട് തങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ദുർവൃത്തിയുടെ ആത്മാവ് ഇറങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഇപ്പോൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ഈ സമയത്ത് കുടുംബങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. മദ്യപാനത്തിന് ബന്ധനത്തിൽ കിടക്കുന്ന മക്കളിപ്പോൾ ഹൃദയപൂർവ്വം യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇടിമിന്നൽ പോലെ അങ്ങനെ ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്ന മദ്യത്തിൻ്റെ ദുർബാധകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, മദ്യം കഴിക്കണം എന്ന് ദുഷ്പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്ന ദുരാത്മാക്കളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് കെട്ടി നിത്യാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എത്ര ശ്രമിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുതൽ കിട്ടാതെ മദ്യപിക്കുന്ന മദ്യപന്മാരുടെ കൂട്ടുകെട്ടിൽ ബന്ധിച്ച് കിടക്കപ്പെടുന്ന ഓരോരുത്തരെയും ചീത്ത കൂട്ടുകെട്ടുകളുടെ ആധിപത്യ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടുകളുടെ എല്ലാ ആധിപത്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യം നല്ലതാണ്, അല്പം മദ്യം കുഴപ്പമില്ല, മദ്യപിക്കുന്നത് തെറ്റല്ല, മദ്യപിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇങ്ങനെയുള്ള ദുരുപദേശം നൽകുന്ന വ്യക്തികളിൽ നിന്നും, ഇങ്ങനെയുള്ള ദുരുപദേശത്തിൻ്റെ പിടിയിൽ നിന്നും ഓരോ മകനെയും മകളെയും കുടുംബങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന.